ഹായ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റാണ്. മൂന്നാമത്തെ യൂണിറ്റിലെ ദോ ബായ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദോ ബായ് എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ. ബായ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. ഇതിൽ രണ്ട് പാരഗ്രാഫാണ് ഈ പാഠഭാഗത്തിനുള്ളത്. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദോ ബായ് തേ. दो भाई थे. बड़े की शादी हो गई थी. बड़े की शादी हो गई थी. उसके दो बच्चे भी थे. उसके दो बच्चे भी थे. छोटा कुंवारा था. छोटा कुंवारा था. दोनों भाई साझा खेती करते थे. दोनों भाई साझा खेती करते थे. एक बार उनके खेत से गेहूं की फसल पककर तैयार हो गई थी. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. इसके बाद दोनों ने आधा आधा गेहूँ बांट लिया. इसके बाद दोनों ने आधा आधा गेहूँ बांट लिया. अब गेहूँ टोकर घर ले जाना बचा था. अब गेहूँ टोकर घर ले जाना बचा था. रात हो गई थी. रात हो गई थी. इसलिए काम अगले दिन ही होना था. इसलिए काम अगले दिन ही होना था. रात को दोनों का फसल की रखवाली के लिए खलिहान पर ही रुकना था. दोनों को भूख भी लगी थी. दोनों को भूख भी लगी थी. उन्होंने बारी बारी खाने का सोचा. അപ്പോൾ എല്ലാവരും രണ്ട് പ്രാവശ്യമെങ്കിലും ഈ പാഠഭാഗം വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ദോ ബായ് തേ. രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു. ബഡേക്ക് ഷാദി ഹോ ഗയി തി. മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ബഡേ ബായ് എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരൻ. ബഡേക്ക് ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. ഉസ്കെ ദോ ബച്ചേ ബി തേ. അദ്ദേഹത്തിന് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. ദോ ബച്ചേ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ. ഛോട്ടാ കുവാരാത്ത. ചെറിയ ആൾ അവിവാഹിതനായിരുന്നു. കുവാര എന്ന് പറഞ്ഞാൽ അവിവാഹിതൻ. കണ്ടല്ലോ, ബഡേ ബായ്ക്ക് ദോ ബച്ചേ തേ. ബഡേ ബായ്ക്ക് ദോ ബച്ചേ തേ. ഛോട്ടാ ബായ് കുവാരാത്ത. രണ്ടാമത്തെ സഹോദരൻ വിവാഹിതനായിരുന്നു. കുവാര എന്ന് പറഞ്ഞാൽ അവിവാഹിത്, ബാച്ചിലർ. ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹം. दोनों भाई साझा खेती करते थे. दोनों भाई साझा खेती करते थे. രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ കൃഷി ചെയ്തിരുന്നു. സാझा खेती എന്ന് പറഞ്ഞാൽ കൂട്ട് കൃഷി. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരിക്കൽ അവരുടെ വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായി. ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ഖേത്ത് എല്ലാവർക്കും അറിയാലോ, വയൽ. ഗേഹു ഗോതമ്പ്. ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി തി. ഫസൽ എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യ വിള. പക്കർ വിളഞ്ഞ് പാകമായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവരുടെ വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായിരുന്നു. ദോനോ നെ മിൽക്കർ ഫസൽ കാട്ടി. രണ്ടുപേരും ചേർന്ന് വിള കൊയ്ത് ഗോതമ്പ് തയ്യാറാക്കി. ഗേഹു തയ്യാറാക്കിയ. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് വിള കൊയ്ത് ഗോതമ്പ് തയ്യാറാക്കി. ഇസ്കെ ബാദ് അതിനുശേഷം ദോനോനെ ആധാ ആധാ ഗേഹു ബാഡ്ലിയ. അതിനുശേഷം രണ്ടുപേരും പകുതി പകുതിയായി വീതം വെച്ചു. ആധാ ആധാ എന്ന് പറഞ്ഞാൽ പകുതി. ഗേഹു ബാഡ്ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോതമ്പ് പങ്കുവെച്ചു. ബാഡ്ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കുവയ്ക്കുക, ഭാഗിക്കുക. ബാഡ്ലിയ വീതിക്കുക. അബ് ഗേഹു ടോക്ക് ഗർ ലേ ജാനെ ബച്ചാത്ത. അപ്പോൾ ഇനി എന്താണ് പണിയുള്ളത്? ഇനി ഈ ഗേഹു ഗോതമ്പ് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ജോലി മാത്രമാണ് ബാക്കിയുള്ളത്. ഗേഹു ടോക്കർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ചുമന്ന് ഗർ ലേ ജാന വീട്ടിൽ കൊണ്ടുപോകാനുള്ള പണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
ടോക്കർ എന്ന് പറഞ്ഞാൽ ചുമന്നുകൊണ്ട്. ഗേഹു ടോക്കർ ഗർ ലേ ജാനെ കാ കാം ബച്ചാത്ത. ഗോതമ്പ് ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ജോലി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. രാത് ഹോ ഗയി തി. രാത്രിയായി. ഇസ്ലിയെ അതുകൊണ്ട്. കാം അഗ്ലേ ദിൻ ഹി ഹോനാത്ത. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ജോലി മാറ്റിവെച്ചു. കാം എന്ന് പറഞ്ഞാൽ ജോലി. അഗലേ ദിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. അപ്പോൾ രാത്രിയിൽ രണ്ടുപേർക്കും ഗോതമ്പിൻ്റെ രക്ഷക്കായി സുരക്ഷക്കായി ഖലിഹാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കളപ്പുര. ഖലിഹാൻ എന്ന് പറഞ്ഞാൽ കളപ്പുര, അതായത് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അവിടെയാണ് ഖലിഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ കളപ്പുരയിൽ തന്നെ താമസിക്കേണ്ടി വന്നു. ദോനോക്കോ ബൂക്ക് ബി ലഗീത്തി. രണ്ടുപേർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ബൂക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിശപ്പ്. ഉനോനെ ബാരി ബാരീസെ. അവർ രണ്ടുപേരും ഊഴം വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ബാരി ബാരി എന്ന് പറഞ്ഞാൽ ഊഴം വെക്കുക, അവസരം അനുസരിച്ച് എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ഉണ്ട്. ദോനോക്കോ ഫസൽ കി രഖ്വാലിക്ക് ലിയെ ഖലിഹാൻ പർ രുക്ന ത. രണ്ടുപേർക്കും രാത്രിയിൽ കളപ്പുരയിൽ താമസിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ചിത്രമാണിത്. ഇവിടെ ശരി ഉത്തരം യോജിപ്പിക്കാനാണ്. ദോനോ ബായ് उन्होंने बारी बारी से गेहूं की फसल दोनों ने आधे आधे गेहूं बांट लिया. पककर तैयार हो गई. साचा खेती करते थे. खाने का सोचा. ഇതാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. അത് നമുക്ക് യോജിപ്പിച്ചാലോ? ദോനോ ബായ് രണ്ട് സഹോദരന്മാരും സാച്ച ഖേത്തി കർത്തിത്തി കൂട്ടു കൃഷി ചെയ്തിരുന്നു. ഉനോനെ ബാരി ബാരീസെ അവർ ഊഴമനുസരിച്ച് എന്തിനു പോയി? ഖാനേക്ക സോച്ച ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഗേഹു കി ഫസൽ ഗോതമ്പ് വിള പക്കർ തയ്യാർ ഹോ ഗയി തി. അത് പാകമായി കൊണ്ടിരുന്നു. ദോനോനെ ആധാ ആധാ ഗേഹു. രണ്ടുപേരും പകുതി പകുതി ഗോതമ്പ് ബാട്ലിയ വീതം വെച്ചു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വർക്ക്. രണ്ടാമത്തേത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ബഡേ ബായ്ക്ക് ഷാദി ഹോ ഗയി തി. ആദ്യത്തെ സഹോദരൻ്റെ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. സഹി. ചോട്ടാ ബായ് കുവാര ന താം. രണ്ടാമത്തെ സഹോദരൻ അവിവാഹിതനായിരുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്, ഗലത്ത്. ദോനോ ബായ് കെ ഖേത്ത് മേ ഗേഹു പക്കർ തയ്യാർ ഹോ ഗയി തി. രണ്ടുപേരുടെയും വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായിരുന്നു. സഹി. ഫസൽ കി രഖ്വാലി കെ ലിയെ ദോനോ ബായിയോ കോ ഗർ പർ രുക്നാ താ. അപ്പോൾ അത് തെറ്റാണ്. ഗോതമ്പ് വിളയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെവിടെ നിന്നത്? ആ കളപ്പുരയിലാണ് നിന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഏക്ക് ലടുക്കാത്ത. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ദോ ലടുക്കേത്തെ. രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഏക്ക് ലടുക്കീത്തി. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ദോ ലടുക്കിയാത്തി. രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിംഗുലറും പ്ലൂറലും, ഏകവചനവും ബഹുവചനം. ഇത് ഏകവചനമാണ്, അതുകൊണ്ട് താ വന്നു. ഇവിടെ ബഹുവചനമാണ്, ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുണ്ട്, അതുകൊണ്ട് തേ വന്നു. ഇവിടെ ഏക്ക് ലടുക്കി എന്ന് പറയുന്നത് എന്താണ്? ഏകവചനമാണ്, അതുകൊണ്ട് തീ. ദോ ലടുക്കിയാം എന്നുള്ളത് ബഹുവചനമാണ്, അതുകൊണ്ട് തീ കഴിഞ്ഞ ഒരു ചെറിയ ഡോട്ടും ഉണ്ട്. ഇനി ഇതുപോലെയുള്ള വേർഡ്സുകൾ, സെൻറ്റൻസുകൾ നമ്മൾ പാഠഭാഗത്ത് നിന്ന് എടുത്തെഴുതാനാണ് അടുത്ത പ്രവർത്തനം തന്നത്. നോക്കാം. ഗേഹു കി ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി തി. अब गेहूं टोकर घर ले जाने बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടായിരിക്കുന്നതാണ്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാവരും അതിനെ ആൻസർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.